ക്ലാസ് വിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പാണ് കേട്ടോ. കുറേ ദൂരം നടന്നൊക്കെ വരണ്ടേ. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡാവും. പിന്നെ കൊച്ചിനെയൊക്കെ കിടത്തി ഉറക്കണം. അതൊക്കെ കഴിയുമ്പോഴത്തേനും അമ്മ ചോറെടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കും. ഞാൻ വരുന്നവരെ അമ്മ വെയിറ്റ് ചെയ്യുമോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കറിക്ക് ചക്കക്കുരുവും മാങ്ങയും പിന്നെ മീൻ വറുത്തത്, പിന്നെ ഇന്നലത്തെ കുറച്ച് മുരിങ്ങേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നേ. ഇന്നലത്തെ ഇന്ന് രാവിലത്തെ. അപ്പോൾ പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നേ. കോവയ്ക്ക താഴത്തെ അമ്മച്ചി എന്നാണ് കേട്ടോ. അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ട്. അപ്പോൾ അമ്മച്ചി കുറച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അതമ്മ ഇങ്ങനെ മെഴുക്കുവരട്ടി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നേ. ഈ ഉച്ചയ്ക്ക് പൊരി വെയിലത്ത് കയറി വരുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. ഭക്ഷണം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അത് കഴിഞ്ഞൊരു 4:30 ആയപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്കും കൊച്ചും കിടന്ന ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ചായയൊക്കെ ഒന്ന് കുടിച്ചായിരുന്നു. അമ്മ കട്ടൻ ചായ ഇട്ട് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ കാലാവസ്ഥയാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്യും എന്നൊക്കെയുള്ളൊരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ചീവീടുകളും നന്നായിട്ട് കരയുന്നുണ്ട്. പക്ഷേ മഴ ഇതുവരെ പെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ചൂടായിരിക്കും. ഈ ഒരു ഇല കാണാൻ നല്ല രസമില്ലേ. ഇതിനെ വെയിലത്തേക്ക് വെച്ചപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ഇല ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും വിളക്കൊക്കെ കത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടുവാണ് കേട്ടോ. നല്ല ചൂടാണ്. കാരണം മഴക്കാറ് മൂടിയിട്ട് മഴ പെയ്യാത്ത അവസ്ഥയാകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കത്തില്ലേ. പിന്നെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ വേഗം പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു വിട്ടു ചെടിക്ക്. കുറേ വാടി നിൽക്കുമായിരുന്നേ. അപ്പോൾ ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മഴയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പെയ്താലായി. അപ്പം അമ്മ താഴത്തെ അമ്മച്ചീനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മച്ചി അപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ അടുത്തേക്കാണ് പോകുന്നത്. തൊട്ടപ്പുറത്താണ് വീട്. അപ്പോൾ അമ്മച്ചി പോകുന്നതിന് മുമ്പ് അമ്മയെ കണ്ടപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഞാനപ്പോൾ അതിനിടയ്ക്ക് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒഴിക്കാതെ പോയി കുളിച്ചാൽ സമാധാനമല്ല. അതുകൊണ്ട് ഒഴിക്കുകയാണ് ചെടി.